ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രിവാൻഡ്രം സഫ കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന ഒരു അടിപൊളി കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇതേ കണ്ടോ, ബിരിയാണിയുടെ ചെമ്പൊക്കെ ഇങ്ങനെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്കിനി പുറത്തുള്ള സ്റ്റാർട്ടേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടീ കൗണ്ടർ ആൻഡ് സ്നാക്സ് ആണ്. സ്നാക്സിൽ ആദ്യം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ട്രിവാൻഡ്രത്തിൻ്റെ വാഴയ്ക്കപ്പം അഥവാ പഴംപൊരി, പിന്നെ നമുക്ക് സമൂസ വരുന്നുണ്ട്, പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ഫൗണ്ടനും കോട്ടൺ ക്യാൻഡിയും ഒക്കെ ഉണ്ട്. ആൻഡ് സമോവർ ടീ, ഒരുപാട് ഫ്ലേവേഴ്സിൽ വരുന്ന ഹെർബൽ ടീ കൗണ്ടറും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണാൻ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആകുന്നതായിരിക്കും. കാറ്ററിംഗ് വർക്ക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് കുത്തുകല്ലിമൂടുള്ള അൽമസ കാറ്ററിംഗ് സർവീസസ് ആണ് കേട്ടോ. പിന്നെ വാഴയ്ക്ക ബജി, കട്ട്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ടീ കൗണ്ടേഴ്സ് ആൻഡ് സ്നാക്സിൻ്റെ കാര്യം അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഡെക്കോറിൻ്റെ കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാം. അൽമസ കാറ്റേഴ്സ് മാത്രമല്ല ചെയ്യുന്നത്, ഡെക്കറേഷൻ, ഈവൻറ്റ് വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേജ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, നല്ല അടിപൊളിയായിട്ട്, നല്ല എലഗൻ്റ് ആൻഡ് റോയൽ ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ബാക്ക് ഡ്രോപ്പ് വന്നിട്ട് അവിടെ ഈ വൈറ്റ് ഫ്ലവർ ഹാങ്ങിങ്സും ആ ഒരു ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ട് വന്നപ്പോഴേ നല്ലൊരു എടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂമൊക്കെ വന്ന് സെറ്റായിട്ടിരുന്നിട്ടുണ്ട്. ആൻഡ് ബ്രൈഡിൻ്റെ എൻട്രി വാസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ബ്രൈഡിൻ്റെ കോസ്റ്റ്യൂം ആയിരുന്നു ഹൈലൈറ്റ്. ഒരു വൈറ്റിൽ ബ്ലൂ വരുന്നൊരു കോസ്റ്റ്യൂം, ഓർണമെൻറ്റ്സ് എല്ലാം നല്ല സെറ്റായിരുന്നു. അപ്പോൾ ഒരു എൻട്രി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇനി അവിടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും കല്യാണവും ഒക്കെയാണ്. നമ്മൾ നേരെ വീണ്ടും കിച്ചണിലേക്ക് പോയപ്പോൾ അവിടെ ബിരിയാണിയുടെ ദം പൊട്ടിച്ചു കേട്ടോ. നല്ല അടിപൊളി മട്ടൻ ദം ബിരിയാണി, കല്യാണ ബിരിയാണി. എന്ത് പറഞ്ഞാലും കല്യാണ ബിരിയാണിക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. ഞാനിവിടെ എന്ത് കല്യാണം ഉണ്ടെങ്കിലും, കല്യാണ ബിരിയാണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോയിരിക്കും. എനിക്ക് ഒരു ഹോട്ടലിലും കഴിച്ചാൽ കിട്ടാത്തൊരു ടേസ്റ്റാണ് ഈ ബിരിയാണിക്കുള്ളത്. മസാലയും റൈസും സെപ്പറേറ്റ് ആയിട്ടാണല്ലോ നമ്മുടെ കല്യാണ ബിരിയാണി വിളമ്പുന്നത്. എനിക്ക് ട്രിവാൻഡ്രത്തെ കാര്യം അറിയാമല്ലോ, എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ബിരിയാണി, ഒരുപാട് പേര് നമ്മുടെ ബിരിയാണി ഇങ്ങനെ റൈസ് വെളുത്തിട്ടാണ്, മസാല ഇല്ല എന്നൊക്കെ പറയും, കണ്ടു പറയുന്നതാണ് കേട്ടോ. പക്ഷെ വൺസ് നിങ്ങൾ കഴിച്ചു നോക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി അറിയാനായിട്ട് പറ്റത്തുള്ളൂ. കാണുമ്പോൾ പ്ലെയിൻ ആയിട്ടൊക്കെ തോന്നുമെങ്കിലും അതിന് നല്ല ഫ്ലേവർ ഉണ്ട്. ബിരിയാണി വിളമ്പാൻ കണക്കാക്കിയിട്ട് എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് ടേബിളിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. സാലഡ് ഉണ്ട്, റൈത്ത ഉണ്ട്, പിക്കിൾസ് ഉണ്ട്, ഹൽവ ഉണ്ട്, പിന്നെ കിണ്ണത്തപ്പം ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ട് കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ തന്നെ നമ്മുടെ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് തരും. ടേബിൾ സെറ്റിംഗ് ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അല്ല സെപ്പറേറ്റ് ടേബിൾ സെറ്റിങ്ങിൽ വന്നിട്ട് നടുക്ക് എല്ലാ സംഭവങ്ങളും വെച്ചിട്ട് നമുക്ക് തന്നെ സെൽഫായിട്ട് എടുക്കാമെന്നുള്ളതാണെങ്കിൽ ആ രീതിയിൽ അവർ ടേബിൾസ് അറേഞ്ച് ചെയ്യും കേട്ടോ. ആ ചിക്കൻ ഫ്രൈ ആണ് ഫസ്റ്റ് ഞാൻ കഴിച്ചു നോക്കിയത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് ദെൻ ബിരിയാണി അറിയാമല്ലോ, കല്യാണ ബിരിയാണി ഈസ് ഓൾവേസ് സ്പെഷ്യൽ. ഇവരുടെ സ്പെഷ്യൽ മസാലയിൽ ഇവരിതിന് തയ്യാറാക്കിയെടുത്തപ്പോൾ അതിന് വേറൊരു രുചി തന്നെയാണ്. റൈത്തയുടെ കൂടെയും പപ്പടത്തിൻ്റെ കൂടെയും ഫ്രൈൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, ചൂടോടുകൂടി കഴിക്കാൻ ഒരു പ്രത്യേക സ്വാദാണേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അലുവയും കിണ്ണത്തപ്പവും കൂടെ ചേർത്തൊന്ന് കഴിച്ചു നോക്കണം. അതും ഒരു കിഡിലൻ ടേസ്റ്റ് തന്നെയാണ്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഇവൻറ്റ്സും അൽമസ കാറ്ററേഴ്സ് ആൻഡ് ഈവൻറ്റ്സിൻ്റെ കയ്യിൽ സേഫ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവൻറ്റ് എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ഇതാണ്, ഈ കാണുന്നതാണ് അവരുടെ ബുക്കിംഗ് നമ്പർ എന്ന് പറയുന്നത്, കോൺടാക്റ്റിംഗ് നമ്പർ. ആൻഡ് ബിരിയാണി മാത്രമല്ല, സദ്യ ഉണ്ടായിരുന്നു. സദ്യ ഇഷ്ടപ്പെടുന്നവർക്ക് സദ്യ കഴിക്കാം. 2 പായസമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.